ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് കുറ്റവാളികൾ സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന അപ്പീലുമായി പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. വിവരങ്ങളുമായി ബാലഗോപാൽ ദില്ലിയിൽ നിന്നും ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഈ പ്രതികൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രതികൾക്ക് അനുകൂലമായി ഒരു നിലപാടുണ്ടാവുമോ? ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? മോദി ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് ഹൈക്കോടതി വിധിക്കെതിരെ 8 പ്രതികളാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികളാണ് ശിക്ഷ ഇളവ് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യ 6 പ്രതികളായ അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, രജീഷ്, ഷാഫി, ഷിനോജ് എന്നിവർ ഇരട്ട ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ടവരാണ്. ഈ 12 വർഷമായി തങ്ങൾ ജയിലിലാണെന്നും അതിനാൽ ശിക്ഷ ഇളവ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി വിധിച്ച ശിക്ഷ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതിബാബുവും കെ കൃഷ്ണനും ശിക്ഷാ ഇളവ് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇവരെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നുവെങ്കിലും ഹൈക്കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ആ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കെ കൃഷ്ണനും ജ്യോതിബാബുവും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്.